മോഹത്തിന്റെ വാതിൽ തുറന്നപ്പോൾ മരണമാണ് അകത്ത് കയറിയത്. രാത്രിയുടെ നിശബ്ദതയിൽ വാതിലിൽ ഒരു മുട്ട്. അത് പ്രണയത്തിന്റെ വരവാണെന്ന് അവർ കരുതി, പക്ഷേ അകത്ത് കടന്നത് മരണം. പരിചയമി അല്ലാത്ത ഒരു സ്ത്രീ, മധുരമായ വാക്കുകൾ, വിശ്വാസം ജനിപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അത്രയേ വേണ്ടിയിരുന്നുള്ളൂ. ആദ്യം അഡ്വാൻസ് പണം, പിന്നീട് വീട്ടിലെ സ്വകാര്യത, ശേഷം ഒരു ഗ്ലാസ് പാനീയം. ആ പാനീയത്തിൽ കലർന്നിരുന്നത് മയക്കമല്ല, ജീവൻ പോലും അപഹരിക്കാൻ കഴിയുന്ന വിഷം. ബോധം മറയുമ്പോൾ വീടും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം അപ്രത്യക്ഷമാകും. ചിലർ ഉണർന്നു, പക്ഷേ 2 പേർക്ക് പിന്നെ ഒരിക്കലും കണ്ണുതുറക്കാൻ കഴിഞ്ഞില്ല. ഒരു രാത്രിയിലെ മോഹം, 2 ജീവനുകളുടെ അവസാന രാത്രിയായി. ഒടുവിൽ അന്വേഷണത്തിന്റെ വല മുറുകി. കുറ്റവാളികൾ കോടതിക്ക് മുന്നിലെത്തി. നിഷേധിക്കാൻ വഴിയില്ലാതായപ്പോൾ കുറ്റസമ്മതം. കവർച്ചയും വിഷം നൽകി അബോധാവസ്ഥയിലാക്കിയതും 2 കൊലപാതകങ്ങളും എല്ലാം അവർ സമ്മതിച്ചു. ഇപ്പോൾ അവർ കാത്തിരിക്കുന്നത് ശിക്ഷാവിധിയാണ്. എന്നാൽ ജീവൻ നഷ്ടമായവർക്ക് ഒരു വിധിയും ജീവിതം തിരികെ നൽകില്ല. ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്: വിശ്വാസം നൽകുന്നത് എളുപ്പമാണ്. പക്ഷേ തെറ്റായ ഒരാളെ വിശ്വസിക്കുന്നതിന് ചിലപ്പോൾ നൽകേണ്ട വില സ്വന്തം ജീവൻ തന്നെയാകാം.